ഹായ് ഗൈസ്, ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോയി പണിയെടുത്തിട്ടുണ്ടെങ്കിലും വീക്കെൻഡിൽ നമ്മുടെ നാട്ടിൽ വന്ന് ഈ ഹരിതാപവും പച്ചപ്പും ഒക്കെ കാണുമ്പോൾ ഒരു മനസ്സുഖം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. ഞാൻ ഇടുക്കിക്കാരി ആയതുകൊണ്ട് തന്നെ വേറെ സ്ഥലങ്ങളിൽ വേറെ ജില്ലയിലൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് ഏലക്കായ എങ്ങനെയാണ് എടുക്കുന്നത്, ഏലക്കായ എവിടെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏലക്കായ എവിടെയാണ് ഉണ്ടാകുന്നത്, ഏലക്ക മരത്തിലാണോ ചില്ലലാണോ എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാതെ. അപ്പോൾ ഇതാണ് കേട്ടോ ഏലം എന്ന് പറയുന്ന സാധനം. ഈ ഏലക്കായാണ് ഈ താഴെ കാണുന്നത്. ഏലത്തിന് ഒരു ചെറിയ പൂവുണ്ട്, ആ പൂവാണിത്. അപ്പോൾ ഇനി ഞാൻ ഏലക്ക കണ്ടില്ല എന്ന് എന്നോട് പറയരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിന്ന് ചിക്കു സാറിനെ കൊണ്ട് വെറുതെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് കണ്ടത് പറമ്പിലുള്ള റംബൂട്ടാനെല്ലാം ഉണ്ടായിരിക്കുന്നത് നിലത്ത് വീണ് പോവാണ് കേട്ടോ. ഇതെല്ലാം പഴുത്ത് കിട്ടിയിരുന്നത് എന്ത് സുഖമായിട്ടിരുന്ന് കഴിക്കായിരുന്നു. മുഴുവൻ ചാടിപ്പോവാണ്. മഴയായതുകൊണ്ടാണ്, ഇവിടെ നല്ല മഴയാണ്. ഈ ഏലക്ക ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നും ഇതെടുക്കാൻ നല്ല സുഖമാണല്ലോ, വെറുതെ ഇങ്ങനെ പറിച്ച് എടുത്താൽ മതിയല്ലോ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, നല്ല പണിയാണ് ഈ ഏലക്ക എടുക്കൽ എന്ന് പറയുന്നത്. ഇത് മൂത്തത് ഏതാ മൂക്കാത്ത ഏതാന്നൊക്കെ നോക്കി ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ ഏലക്ക പറിച്ചെടുക്കുന്നത്. നല്ല കഷ്ടപ്പാട് പിടിച്ച പണിയാണ് കേട്ടോ. പിന്നെ കുറേ പണി എടുത്തിട്ടുണ്ടെങ്കിൽ ഏലക്ക നന്നായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ വില കൂടുന്ന സമയത്ത് ഏലക്ക കാണുകയില്ല, ഏലക്ക ഉള്ള സമയത്ത് വിലയും കാണുകയില്ല. അങ്ങനെ ഒരു പരിപാടിയാണ് ഈ ഏലക്കയുടെ സെറ്റപ്പ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറമ്പൊക്കെ ഒന്ന് സന്ദർശിച്ച് എല്ലായിടമൊക്കെ കറങ്ങി കണ്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി പോവാണ്. ഗൈസ്, ചിക്കു സാറ് മുന്നേ നടക്കുന്നുണ്ട്. ഇവളിത് എവിടെ പോയിട്ട് വരുന്നെന്നുള്ള പുച്ഛഭാവത്തിൽ ആടും നോക്കുന്നുണ്ട്. അപ്പോൾ ശരി ഗൈസ്, ബൈ.